നമ്മുടെ ഈ കാലഘട്ടത്തെ മാറ്റിയെടുത്തതിൽ, നമ്മുടെ ഈ സമൂഹത്തെ മാറ്റിയെടുത്തതിൽ, ഒരു പുതിയ കാലത്തേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നതിൽ സഭകൾക്ക് വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. നമുക്ക് തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. മാറ്റത്തിന് എന്തെല്ലാം സാധ്യതകളാണുള്ളത്? മാറ്റത്തിന്റെ സാധ്യതകൾ കിടക്കുകയാണ്. നമുക്ക് വീണ്ടും വീണ്ടും നവീനമായ രീതികളിൽ നമുക്ക് നവീകൃതരാവാം. പക്ഷേ നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ ഇട്ടുപോയ അടിസ്ഥാനങ്ങൾ മറന്നുകൊണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സംസ്കാരം നിർമ്മിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംസ്കാരം നിർമ്മിച്ചെടുക്കുന്നതിൽ ഇവിടുത്തെ രണ്ടാമത്തെ പ്രബല സമുദായമായിരുന്ന ക്രൈസ്തവ സമൂഹം ഒരു വലിയ ചാലകശക്തിയായിരുന്നു. ചാമാർ ലഹള എന്നൊക്കെ പറയുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഹളയ്ക്ക് പോലും, അതിന് പോലും നേതൃത്വം കൊടുത്തത് മിഷണറിമാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എത്രമാത്രം സാമൂഹിക പരിഷ്കരണത്തിൽ അവരുടെ ക്രൈസ്തവ സന്ദേശത്തിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന് തോന്നുന്നത്. ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെക്കുറിച്ച് അപകർഷത തോന്നേണ്ടവരല്ല. ഒരുപക്ഷെ ഈ ചാനലുകളിൽ നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു കുറവുകൾ എടുത്തു വെച്ച് ദിവസങ്ങളോളം അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പ്രതീക്ഷ ഇതാണ്: ക്രിസ്ത്യാനിയാണെന്ന് നീ പുറത്തു പറയാനായിട്ട് ലജ്ജിക്കണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വലിയ ഗതികേടുണ്ട്. എന്നോട് കഴിഞ്ഞ വർഷമോ 2 വർഷങ്ങൾക്ക് മുമ്പ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ സഭയെയും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, ഇത്രയും മ്ലേച്ഛന്മാരുടെ അടുത്താണോ നിങ്ങൾ പോയി കുമ്പസാരിക്കുന്നത്? ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, ഇത്രയും കുഴപ്പം കാണിക്കുന്ന വൈദികരുടെ അടുത്താണോ നിങ്ങൾ പോയി കുമ്പസാരിക്കുന്നത്? ഞങ്ങൾക്ക് കുമ്പസാരം എന്ന കൂദാശയുണ്ട്. നാട്ടിലെല്ലാം കൊടുത്തിരിക്കുന്ന ഇംപ്രഷൻ ഈ കുമ്പസാരം എന്ന് പറഞ്ഞാൽ മഹാ കുഴപ്പം പിടിച്ച കാര്യമാണ്. അതിനകത്ത് നല്ല കാര്യങ്ങളൊന്നും പറയാറില്ല, അതിനകത്തെല്ലാം ഇച്ചീച്ചി കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നാണ്. കുമ്പസാരം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ അത്ഭുതമാണ്. അത് നീ തെറ്റ് ചെയ്തു എന്ന് ഏറ്റുപറയുന്ന ആ ഒരു വേദിയാണ്. നിന്നോട് വലിയ ചോദ്യങ്ങളൊന്നുമില്ല. നീ അങ്ങ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ചെറിയ പ്രായശ്ചിത്വം തരും, നിനക്ക് നല്ലൊരു ഉപദേശവും തരും, നിനക്ക് ദൈവത്തിൻ്റെ കരുണാർദ്രമായ ആ ഒരു ആശീർവാദവും തരും. തീർന്നു. 2-3 മിനിറ്റ് തീർന്നു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, മോളെ, നീ കുമ്പസാരിച്ച ഏത് അച്ഛനാ കുഴപ്പക്കാരൻ? അയ്യോ പിതാവേ, അങ്ങനെ പറയില്ല, ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ നല്ല അച്ഛന്മാരെ. പിന്നെ ആരെക്കുറിച്ചായി പറയുന്നത്? അത് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവരിങ്ങനെ പറയുന്നു. അതാണ് പ്രശ്നം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വളരെ തെറ്റായ ധാരണകൾ കൊടുത്ത് നമ്മുടെ സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയും നമ്മുടെ സമൂഹത്തിന്റെ നന്മയുടെ ശുശ്രൂഷകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ അജണ്ടയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, പുതിയ കാലത്തിലെ നമ്മുടെ സഭ കൂടുതൽ അഭിമാനബോധമുള്ള സഭയായിട്ട് മാറണം. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മൾ പകർന്നു കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അഭിമാനബോധമുള്ള ഒരു സഭയായിട്ട് മാറണം. നമ്മൾ ആരെയും വെല്ലുവിളിക്കാൻ പോകണ്ട. അപകർഷതയുള്ളവനാണ് വെല്ലുവിളിക്കാനും സ്വയം തെളിയിക്കാനും പോകുന്നത്. ഈശോയുടെ 2ാമത്തെ പ്രലോഭനം അതായിരുന്നല്ലോ. നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോയുടെ 2ാമത്തെ പരീക്ഷണം എന്തായിരുന്നു? ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞ, താഴേക്ക് ചാടുക. നീ ദൈവപുത്രനാണെങ്കിൽ മാലാഖമാര് വന്ന് കരങ്ങളിൽ താങ്ങും, ഒന്ന് കാണട്ടെ. നമ്മളാണെങ്കിൽ എപ്പോൾ ചാടിയെന്ന് നോക്കിയാൽ മതി. പത്രക്കാരെല്ലാം വിളിക്ക്, നമുക്ക് പരസ്യമൊക്കെ കൊടുത്ത് വിളിക്കുക, ഇന്ന ദിവസം ഞാൻ ചാടാൻ പോകുന്നു, ദൈവപുത്രനാണ് തെളിയിക്കാൻ പോകുന്നു, എല്ലാവരും വാ. ദൈവപുത്രൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ദൈവപുത്രനാണെന്ന് അറിയാവുന്നവന് എന്തിനാ വല്ലവൻ്റെയും സർട്ടിഫിക്കറ്റ്? എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ ചാടുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ ചാടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഭിമാന ബോധമുള്ളവൻ ആരുടെ മുമ്പിൽ തെളിയിക്കാൻ പോകേണ്ട കാര്യമില്ല, ആരെയും വെല്ലുവിളിക്കേണ്ട കാര്യം അവനില്ല. അവന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിച്ചാൽ മതി. പക്ഷെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ഈ അഭിമാന ബോധം നഷ്ടപ്പെടുമ്പോൾ അത് മറ്റുള്ളവരോട് ബോധ്യത്തോടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രൈസ്തവ സന്ദേശത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ നിർവചനം തേടി നമ്മൾ വേറെ എങ്ങും പോകണ്ട. ബൈബിള് നമുക്ക് തരുന്നുണ്ട്. ആരാണ് മനുഷ്യനെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഉള്ളവനാണ് മനുഷ്യൻ.
മനുഷ്യൻ എന്നത് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ്. ഇതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു നിർവചനം കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും പുരോഗമന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിലെ ഈ നിർവചനം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഛായയും സാദൃശ്യവും ഒന്ന് വീണ്ടെടുത്താൽ മാത്രം മതി. ഈ ഒരു വലിയ കാഴ്ചപ്പാട്, ഈ സാദൃശ്യം, ദൈവിക സാദൃശ്യം മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് യാഗമായി നിന്റെ സർവ പാപങ്ങൾക്കും പരിഹാരം അനുഷ്ഠിച്ച് ആ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നിനക്ക് വീണ്ടെടുത്ത് തരുന്നു. ഇതാണ് കൃപയുടെ അനുഭവം. ഇത്രയും വലിയ വിമോചനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്രയും വലിയ വിപ്ലവം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ആരെയും ഉപദ്രവിക്കാതെ, ആരെയും നശിപ്പിക്കാതെ, അവനവന്റെ ഉള്ളിലെ ഹൃദയ പരിവർത്തനത്തിലൂടെ നടക്കുന്ന ഈ വലിയ മാറ്റം, ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് വചനത്തിലെ ഈ ഈശോയെ ഏകരക്ഷകനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തുന്നവരുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറും. നമ്മൾ എന്നും അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം 3 തരം സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നു, നമ്മൾ ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്. എവിടെയെല്ലാം ക്രൈസ്തവ സഭകളുണ്ടോ അവിടെയെല്ലാം പള്ളിക്കൂടം കാണും, അവിടെയെല്ലാം ആശുപത്രി കാണും, അവിടെയെല്ലാം ഒരു കാരുണ്യ ഭവനം കാണും. എന്തുകൊണ്ടാണ് ഈ 3 തരം സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുക? കാരണം ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ മഹത്വത്തിന് അനുസൃതമായിട്ട് ജീവിക്കണമെങ്കിൽ അവന് വിദ്യാഭ്യാസം വേണം, അവന് വെളിച്ചം വേണം. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകൾ നടത്തുന്നത്. അല്ലാതെ നമ്മളാരും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ നടത്തിയിട്ടില്ല. സ്കൂൾ നടത്തി പണം ഉണ്ടാക്കി അതുകൊണ്ട് പുരോഗമിച്ച് ഏതെങ്കിലും സഭയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അറിയുന്നിടത്തോളം നമ്മുടെയൊക്കെ എല്ലാ സ്കൂളുകളും കടമെടുത്ത് മുമ്പോട്ട് പോവാ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. പക്ഷെ അപ്പോഴും നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആതുരാലയങ്ങൾ നടത്തുക? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിനുമുള്ള മനുഷ്യൻ അവൻ വഴി കടന്ന് മരിക്കേണ്ടവനല്ല, അവൻ മാന്യമായ പരിചരണം ലഭിച്ച് അവന്റെ ജീവിതത്തെ തികവോടെ അവൻ നടത്തേണ്ടവനാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ അരൂപിയുള്ള ആശുപത്രികൾ തേടി അന്യമതസ്ഥര് പോലും കടന്നു വരുന്നതിൻ്റെ മറ്റൊരു കാരണവും മറ്റൊന്നല്ല. എന്തുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നത്? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരു കാലത്തും ഉപേക്ഷിക്കപ്പെട്ടവനായി തെരുവിൽ അലയേണ്ടവനല്ല. അതുകൊണ്ടാണ് നമ്മൾ നടത്തുക. പക്ഷെ ഇതിനെയെല്ലാം വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ, ബോധപൂർവം ചിത്രീകരിക്കാൻ, ഒരു വശത്ത് അതിൻ്റെ എല്ലാം നന്മകൾ ഉൾക്കൊള്ളുമ്പോഴും മറുവശത്ത് അതിനെ എല്ലാം ഒരു ഇരുട്ടിന്റെ നിഴലിൽ നിർത്താനായിട്ട് വ്യഗ്രത പൂണ്ട ഒരു സമൂഹത്തെ ചിലപ്പോൾ നമ്മളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അവരോട് മല്ലടിക്കാൻ പോയിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും ഓർക്കും, ഈ ചാനലുകാരൊക്കെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭകളിലെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നത്? അവന് നല്ല ഉറപ്പാ. എന്നാന്നറിയാവും, അവന് നമ്മളോട് എന്നാ പറയാനും നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ നല്ല ക്രിസ്ത്യാനികളായതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലും ക്രൈസ്തവ ധാർമ്മികതയിലും അവർക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളെക്കുറിച്ച് എന്ത് കള്ളത്തരവും ആവേശപൂർവ്വം പറയാനായിട്ട് അവർ തയ്യാറാകുന്നത്. കാരണം നമ്മളത് ചോദ്യം ചെയ്യാൻ പോവില്ല, നമ്മളവൻ്റെ ചാനൽ അടിച്ചു പൊട്ടിക്കാൻ പോകത്തില്ല. ഒരു കുഴപ്പം, അവന് സമാധാനമായിട്ട് എയർ കണ്ടീഷനകത്ത് ഇരുന്നുകൊണ്ട് നമ്മളെ നാളെയും ചീത്ത പറയാം. വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ വിവരം അറിയും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ട് ആരോടും വെല്ലുവിളിച്ചല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് അഭിമാനം നിറഞ്ഞ ഒരു ആത്മബോധം രൂപീകരിച്ചുകൊണ്ടാണ്. ഈ ദൈവിക സന്ദേശത്തിൻ്റെ അനന്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. നമ്മൾ ഈ പുതിയ കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിലെ സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി പ്രവണതകളുണ്ട്. നമ്മൾ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ വാതിലുകൾ സർവർക്കുമായി നമ്മൾ തുറന്നിട്ടിരിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആതുരാലയങ്ങളുടെയും വാതിലുകൾ എല്ലാവർക്കുമായി നമ്മൾ തുറന്നിടുമ്പോഴും സാഹോദര്യത്തെ അല്പം പോലും മാനിക്കാതെ വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കുന്ന ഒത്തിരി ശക്തികൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയ വന്നപ്പം നമുക്ക് ആദ്യം ഒത്തിരി സന്തോഷമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷെ പിന്നീട് മനസ്സിലായി, നിക്ഷിപ്ത താല്പര്യക്കാർക്ക് പണം മുടക്കിയാൽ ചില ഏജൻസികളെ ഉപയോഗിച്ച് അവർക്ക് അനുകൂലമായ അഭിപ്രായ സമന്വയം നടത്താം. അഭിപ്രായ രൂപീകരണത്തിനു വേണ്ടി
ഈ സോഷ്യൽ മീഡിയകളെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ മുതൽ ഈ കൊച്ചു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വരെ വരുന്നുണ്ടത്. വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ചില സത്യം പോലെ തോന്നിക്കുന്ന ചില വാർത്തകൾ അവതരിപ്പിക്കുക. നമ്മൾ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചൊക്കെ പറയും, സത്യാനന്തര കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറയും. ഈ സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? സത്യം പറയേണ്ട കാര്യമില്ല, സത്യം പോലെ തോന്നിക്കുന്നതൊക്കെ മതി. ആ മനുഷ്യര് ആദ്യത്തെ ഒന്ന് കേട്ടാൽ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ മതി, പിന്നെ അവരത് പൊലിപ്പിച്ചെടുത്തോളും. അങ്ങനെ സത്യാനന്തര കാലത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ചുകൂടി ശരിയായ ബോധ്യങ്ങളുള്ളവരായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ഈ കേരളം വർഗീയമായ ചൂഷണങ്ങൾക്ക് വിധേയമാകാത്തതിന്റെ കാരണം അഭിമാനപൂർവ്വം നമുക്ക് പറയാനായിട്ട് സാധിക്കണം, നമ്മുടെ നൂറുകണക്കിന് സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും നമ്മൾ കൊടുക്കുന്ന സാർവത്രിക വിദ്യാഭ്യാസം കൊണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന സെക്കുലർ വിദ്യാഭ്യാസമാണ്, മതപരമായ മത തീവ്രതയുള്ള ഒരു വിദ്യാഭ്യാസമല്ല. നമ്മളാരും തീവ്രവാദികളെ സൃഷ്ടിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന രീതികളാണ് ക്രൈസ്തവ സഭകളുടേത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നാനാജാതി മതസ്ഥര് സ്വന്തമാക്കുന്ന മൂല്യങ്ങൾ സാർവത്രികതയുടേതാണ്, സെക്കുലറിസത്തിൻ്റെതാണ്. സെക്കുലറായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് വർഗീയമായ ചിന്തകൾ ഇന്നും ഈ കൊച്ചു കേരളത്തെ ഭിന്നിപ്പിക്കാത്തത്, വർഗീയതയ്ക്ക് വേരോട്ടമില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാത്തത്. അതുകൊണ്ട് തന്നെ അതിൽ അസ്വസ്ഥതയുള്ള ഒത്തിരി പേരുണ്ട്. വർഗീയമായിട്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വർഗീയതയ്ക്ക് വിരുദ്ധമായ സ്ഥാപനങ്ങളെ ആദ്യം ലക്ഷ്യമിടുന്നു. അതിൻ്റെ ഒന്നാം സ്ഥാനം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവ തകരണം. അതിനെ ശാസ്ത്രീയമായി മുട്ടായിക്കടലാസിൽ പൊതിഞ്ഞ വിഷം തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് തകർക്കുക. അതിലൂടെ ജനാഭിപ്രായത്തിൻ്റെ ആ ഒരു നിയന്ത്രണം അവർക്കൊക്കെ ആവാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭകളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ദിവസങ്ങളോളം ചാനലുകളിലൊക്കെ വരുന്നത്. നമ്മൾ ഓർക്കും, നമ്മുടെ സഭയിൽ ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ 40 ദിവസം ചർച്ച ചെയ്യാനും മാത്രമുള്ള വകുപ്പുണ്ടോ? 40 ദിവസം 1 മണിക്കൂർ വീതം എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുക. ഒരു ദിവസം ചർച്ച ചെയ്ത് 2 ദിവസം ചർച്ച ചെയ്തു, പിന്നെ അത് നിയമ നടപടി എടുത്തു, ആ നിയമത്തിന്റെ വഴിക്ക് പോയി. ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. ഇത് മാത്രം നിങ്ങൾ ദിവസങ്ങളോളം മനുഷ്യന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ നന്മയുടെ ശുശ്രൂഷകരായ പുരോഹിതരെയും സന്യസ്തരെയും സഭയുടെ സ്ഥാപനങ്ങളെയും എല്ലാം വളരെ വളരെ മോശമായ ഇരുട്ടിന്റെ നിഴലിൽ നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേറെയാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം സുഹൃത്തുക്കളെ. ഞങ്ങൾക്കത് നന്നായി അറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ ചർച്ചകൾ സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ചും ഞങ്ങൾക്ക് സാമാന്യം നല്ല ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ പണം വേണം, നിങ്ങളുടെ ചാനലുകൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് നിങ്ങൾക്ക് പണം വേണം. അതുകൊണ്ട് പണം തരാം, ഇന്ന വിഷയം ഒന്ന് എടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ തയ്യാറാകുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനങ്ങൾ അധപതിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഇരകളായി മാറുന്നുണ്ടെങ്കിലും ഓർത്തോളുക, മാനുഷികമായ ബലഹീനത നിങ്ങൾക്ക് ഞങ്ങളിൽ കാണാൻ സാധിച്ചെന്നാലും ദൈവികമായ ശക്തിയാണ് ഈ സഭയെ മുന്നോട്ട് നയിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തകരുന്ന ഒരു പേടകമല്ല ഈ സഭ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞു പരത്തുന്ന ഏറ്റവും വലിയൊരു ധാരണ ക്രൈസ്തവ സഭകളെല്ലാം ഇങ്ങനെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് അഹങ്കരിക്കുന്ന ആൾക്കാരാണ്. മെത്രാന്മാരൊക്കെ ഇങ്ങനെ പണം ഇങ്ങനെ അടുക്കി വെച്ച് അങ്ങ് ആർമാദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഞാൻ എൻ്റെ മുറിയിലെല്ലാം തപ്പി നോക്കിയായിരുന്നു, എവിടാണാവോ ഈ കെട്ടുകണക്കിന് കാശ്. 500 കോടി രൂപയൊക്കെയാണ് കൊടുത്ത് ഓരോ കേസുകൾ അട്ടിമറിക്കുന്നത്. നമുക്കിങ്ങനെ പണം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയല്ലേ, കോടിക്കണക്കിന് രൂപ. നിനക്ക് 2 കോടി, നിനക്കൊരു 10 കോടി, നിനക്കൊരു 50 കോടി അങ്ങോട്ട് കൊടുത്തേക്ക്. ഇതൊക്കെ ഭാവനകളിൽ വിരിയുമ്പോൾ സത്യം പോലെ തോന്നിക്കും. കാരണം നമുക്ക് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയാറുണ്ട്, സഭ ഒരു വലിയ സാമ്പത്തിക ശക്തി തന്നെയാണ്. സഭയ്ക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് തന്ന സ്ഥലങ്ങൾ എന്നുള്ളതിനേക്കാളും നമ്മുടെയൊക്കെ കാരണവന്മാർ പിടിയേരി പിരിച്ചും നമ്മൾ വിദേശത്തും സ്വദേശത്തും എല്ലാം പോയി കൈനീട്ടിയും ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് അവയെല്ലാം.
പക്ഷേ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ അടക്കി വെച്ചിരിക്കുകയല്ല, മറിച്ച് ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥർക്ക് പഠിക്കാനും അവർക്ക് രോഗനിവാരണം നടത്താനും അവർക്ക് അഭയസ്ഥാനമാകാനുമുള്ള സ്ഥാപനങ്ങൾ പണിത് അതിൻ്റെ കവാടങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾ. അല്ലാതെ പണം ഏതെങ്കിലും പള്ളിയുടെ ഭണ്ഡാരത്തിൽ പൂട്ടിവെച്ച് അത് കണ്ട് ആനന്ദിക്കുന്നവരല്ല. അതുകൊണ്ട് ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം എവിടൊക്കെയോ വളരെ വ്യാപകമായിട്ട് സ്വരൂപിക്കപ്പെടുന്നു. എന്തിന് ന്യായാധിപന്മാരെ പോലും കോടതികളെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ സഭയ്ക്ക് വിരുദ്ധമായ ചില പൊതുബോധങ്ങൾ രൂപീകരിക്കുന്നതിൽ ചിലപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ വിജയിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. അതുപോലെ നമ്മൾ ഓർക്കണം, നമ്മളെക്കുറിച്ച് ക്രൈസ്തവ സഭയെക്കുറിച്ച് നമ്മളെങ്ങനെ ഭയങ്കര ജന്മിമാരാണ്, നമ്മൾ വലിയ അധീശത്വം പുലർത്തുന്നവരാണ്, നമ്മുടെ സഭയിൽ സ്വാതന്ത്ര്യമൊന്നുമില്ല, സ്ത്രീകൾക്കൊട്ടും സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളെ എല്ലാം അടക്കി ഭരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെ കൂട്ടത്തിൽ കോളേജ് പ്രിൻസിപ്പൽമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, വലിയ വലിയ ആശുപത്രികളുടെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്, അധ്യാപകരുണ്ട്, വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. ഏറ്റവും കരുത്തരായ സ്ത്രീകളായിട്ടാണ് ഞങ്ങളുടെ കന്യാസ്ത്രീകളെ കാണുന്നത്. ജീവിതം ത്യജിക്കാൻ തയ്യാറായവർ, അവരൊക്കെ കൃത്യമായ ജീവിത ചിട്ടകളോടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ സഭയിലും സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും കൊടുക്കാത്ത വേറെ സമൂഹങ്ങളുണ്ട്. അവരെക്കുറിച്ച് ഇവരാരും ഒന്നും മിണ്ടത്തുപോലുമില്ല. നമുക്ക് ഒരുപക്ഷെ സഭയുടെ ചില പാരമ്പര്യങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടാവാം, പക്ഷെ എല്ലാവർക്കും വളരുവാനുള്ള, എല്ലാവർക്കും പുഷ്പിക്കുവാനുള്ള, വികസിക്കുവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന കൂട്ടായ്മകൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വനിതാ വിദ്യാഭ്യാസം കേരളത്തിൽ ഏറ്റവും കൂടുതലാണെങ്കിൽ നിങ്ങളതിന് നന്ദി പറയേണ്ടത് സഭകളോട് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വനിതാ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആരംഭിച്ചത് നമ്മുടെ സഭകളാണ്. എങ്കിലും പഴി ഇപ്പോഴും നമുക്കാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ തെറ്റായ കുറച്ച് പൊതുബോധങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇന്നത്തെ സമ്പർക്ക മാധ്യമങ്ങൾ വിജയിക്കുമ്പോൾ അത് കണക്കിലെടുക്കാതെ നമ്മളൊരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകരുത്. നമ്മുടെ സഭയുടെ നന്മകൾ ഇപ്പോഴും വളരെ വലുതാണെന്നും ഇന്നും നന്മയുടെ പക്ഷത്ത് തന്നെയാണ് സഭയെന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ഇന്ന് കർഷകരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷക സമരത്തെക്കുറിച്ച് മിണ്ടാൻ മടിക്കുന്ന, ഭയപ്പെടുന്ന മാധ്യമങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു കൺവെൻഷനിൽ നിങ്ങൾ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ മൂല്യങ്ങളുടെ പക്ഷത്താണ് ഇപ്പോഴും. നമുക്കറിയാം, ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഏകാധിപത്യമായിട്ട് മാറി. അവിടെ ജനങ്ങളെ അടിച്ചമർത്താനും എതിർക്കുന്ന ശബ്ദങ്ങളെ നിയമപരമായ വഴികളിലൂടെ എന്ന് പറഞ്ഞ് നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് നമ്മൾ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ നിലപാടാണ്. നമ്മൾ നന്മയുടെ പക്ഷത്തും നീതിയുടെ പക്ഷത്തും ഒക്കെ തന്നെയാണ്. പക്ഷേ മറ്റൊരു രീതിയിൽ നമ്മളെ ചിത്രീകരിക്കാനുള്ള താല്പര്യങ്ങൾ ഏറെ ആകുന്നു എന്നുള്ളത് മാത്രം. സഭയുടെ മാറുന്ന സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ കാലഘട്ടത്തിൽ ഈ നന്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ കുറച്ചുകൂടി അഭിമാനബോധമുള്ളവരും കരുത്തരുമാക്കി മാറ്റണം. അഭിമാന ബോധമുള്ളവരും കരുത്തുള്ളവരുമാക്കി മാറ്റണം. നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണം ചിലപ്പോഴെങ്കിലും പുതിയ ട്രെൻഡുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തിക സമൃദ്ധിയുടെ സുവിശേഷവും അതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് എളുപ്പമുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലും ഒക്കെ ആയിട്ടുണ്ട്. അത് സങ്കടകരമാണ്. യഥാർത്ഥത്തിൽ സുവിശേഷത്തിലെ ഈശോ കുരിശിൽ മരിച്ചവനാണെന്നും കുരിശ് മാത്രമാണ് ക്രിസ്ത്യാനിക്ക് രക്ഷയുടെ മാർഗമെന്നും പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശെടുത്തുകൊണ്ട് വരണം. അങ്ങനെ കുരിശെടുത്തുകൊണ്ട് തലമുറകൾ നടന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം
നമ്മൾക്ക് പരിത്യാഗ അനുഭവത്തിലൂടെ ഇത്രമാത്രം നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കുരിശിന്റെ സന്ദേശം പ്രഘോഷിക്കാൻ നമ്മൾ ഒരു കോംപ്രമൈസിനും തയ്യാറാകരുത് എന്നുള്ളതാണ്. നല്ല കരുത്തുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ സമൂഹത്തിന് നല്ല കരുത്തുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും കൃഷിയിലുമെല്ലാം കരുത്തുള്ള മനുഷ്യർ. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി നമ്മുടെ മനുഷ്യര് മലമ്പനിയോടും കാട്ടുപന്നിയോടും പടപൊരുതി അവിടെ പൊന്നു വിളയിച്ചെന്ന് പറയുമ്പോൾ ധീരരായിരുന്നു അവർ. മധ്യ തിരുവിതാംകൂറിലെ കർഷകരുടെ വിജയഗാഥകൾ നമുക്കറിയാം. പഴയ കാലത്ത് വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയോട് പടപൊരുതി അവര് നേടിയ നേട്ടങ്ങൾ. അപ്പോൾ ഈ കുരിശിന്റെ സന്ദേശമാണ് മനുഷ്യനെ ധീരനാക്കുന്നത്, ധൈര്യമുള്ളവനാക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അത് നഷ്ടപ്പെട്ട് എളുപ്പമുള്ള ഒരു വഴിയായി നമ്മൾ ക്രൈസ്തവ സന്ദേശത്തെ അവതരിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രലോഭനമുണ്ട്. ഇവിടെ ഈശോയുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പണം ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമൃദ്ധി ഉണ്ടാവും. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, എന്നെ അനുഗമിച്ചാൽ രക്ഷ കിട്ടും, ആത്മരക്ഷ കിട്ടും. ആത്മരക്ഷ നമ്മുടെ പ്രഘോഷണത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഭൗതികമായ രക്ഷ അതിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പരിശീലനത്തിൽ വളരെ നിഷേധാത്മകമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ പുതിയ കാലത്തെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, കാർക്കശ്യങ്ങളുടെ രീതികൾ വിട്ടിട്ട് നമുക്ക് ബൈബിളിലെ ഉപമകളുടെ ഒരു സംഭാഷണ ശൈലി സ്വന്തമാക്കണം. ഈശോ ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംവേദന മാധ്യമമായിരുന്നു. ഉപമകൾ കേൾക്കുന്നവന് അവന് തീരുമാനിക്കാം എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്നത്. കാർക്കശ്യത്തിലൂടെ നമുക്കൊരിക്കലും ആരെയും നേടാനാവില്ല. സുവിശേഷം അഗാധമായ ക്ഷമയുടെയും കാത്തിരിപ്പിന്റെയും സന്ദേശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിന്നെ വഴക്കു പറഞ്ഞോ, നിന്നെ ശാസിച്ചോ, നിന്നെ ശിക്ഷിച്ചോ അല്ല ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നെ നേടാൻ ആഗ്രഹിക്കുക, മറിച്ച് നിന്നെ സ്നേഹിച്ചാണ്. പാപിനിയായ സ്ത്രീ, അവളെ ഒരു പുരുഷാരം മുഴുവൻ ഓടിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവൾ മരണശിക്ഷ പ്രതീക്ഷിക്കുന്നു, വധശിക്ഷ പ്രതീക്ഷിക്കുന്നു, കല്ലെറിഞ്ഞു കൊല്ലും. ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല. അവൾ വിമോചിതയായി. അവൾ പിന്നെ പഴയ വഴികളിലേക്ക് തിരികെ പോയില്ല. അവൾ ഈശോയുടെ ശിഷ്യയായിട്ട് മാറി. ഈ അത്ഭുതകരമായ അജപാഠന ശൈലിയാണ് പ്രിയപ്പെട്ടവരെ മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. ഞാൻ സമാപിപ്പിക്കുകയാണ്. ഈ പുതിയ കാലത്തിൽ പുതിയ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കപട പുരോഗമനത്തിൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മാറുന്ന ചിന്തകൾ കുടുംബത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒത്തുതീർപ്പുകൾ. അത് സാരമില്ല, ഇത് സാരമില്ല, ഇത് കുഴപ്പമില്ല, മനുഷ്യനല്ലേ പ്രധാനം, അവൻ്റെ വികാരങ്ങളല്ലേ ഏറ്റവും പ്രധാനം, ഇത് കുഴപ്പമില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കതിൽ മാറ്റം വരുത്താനായിട്ട് അവകാശമില്ല. ദൈവിക പദ്ധതിയായ കുടുംബത്തെയും വിവാഹത്തെയും ഒക്കെ ധിക്കരിച്ച കുറേ മനുഷ്യർ യൂറോപ്പിലുണ്ട്. എന്താ സംഭവിച്ചത്? അവർ കെട്ടിപ്പടുത്ത ഒരു വലിയ സംസ്കാരം തന്നെ തകർന്നുപോയി. ആരും കല്യാണം കഴിക്കുന്നില്ല, മക്കളുണ്ടാവുന്നില്ല. അവിടെയാണ് പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ച് ഇതിനൊന്നും പ്രാധാന്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഒരു തലമുറയെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതം അതെന്താണെന്ന് ഇന്നും എളിമയോടുകൂടി വചനത്തിൽ തേടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള കാഴ്ചപ്പാടുകളിൽ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിപ്പോവുകയല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു വലിയ ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത്. അതുപോലെ നമ്മൾ പുരോഗമനവാദത്തിൻ്റെ പേരിൽ സഭയെ തള്ളിപ്പറയും, ചിലർ വിശ്വാസത്തെ തള്ളിപ്പറയും. മതം ഇല്ല എന്ന് പറയുന്നവര്, മതം ഒരു ഭ്രാന്താണെന്ന് പറയുന്നവര് മതമില്ലായ്മയുടെ ഭ്രാന്തുള്ളവരാണ് എന്ന് പറയാറുണ്ട്. മതം ഒരു ഭ്രാന്താണെന്ന് പറയുന്നവർ മതമില്ലായ്മയുടെ ഭ്രാന്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അതും ശരിയാകണമെന്നില്ല. ഇനി നിന്റെ ദൈവത്തെ നിനക്ക് നിന്റെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ തെളിയിക്കാനാവില്ല. അതൊരു സ്നേഹത്തിൻ്റെ
ഒരു അനുഭവത്തിൽ മാത്രമേ നിനക്ക് തെളിയിക്കാനായിട്ടാവൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായി പ്രണയത്തിലാകുന്ന ഒരു അനുഭവമാണ്. പ്രണയത്തിൽ ഒത്തിരി ചോദ്യങ്ങളില്ല. നമ്മൾ നാട്ടുകാരൊക്കെ ചിന്തിക്കും, ഇവര് തമ്മിലാണോ പ്രണയിക്കുന്നത്? ഒരു സാമ്യവുമില്ലല്ലോ, ചോദ്യമില്ല. കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്നത് പോലെ പ്രണയത്തിലും ചോദ്യമൊന്നുമില്ല. വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു പ്രണയബന്ധമാണ്. അതുപോലെ മതത്തെ കുറ്റപ്പെടുത്തി മതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, വിശ്വാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്ന പുരോഗമനവാദികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുക. നിങ്ങൾ ഓർക്കണം, നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ സർക്കാരുകൾ ഭരിച്ച രാജ്യങ്ങളിൽ എന്താണ് നടന്നത്? അവര് നടത്തിയ അത്രയും കൂട്ടക്കുരുതികൾ വേറെ ആരെങ്കിലും ചെയ്തോ? ദൈവത്തെ നിഷേധിച്ച ഭരണകൂടങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കൊന്നൊടുക്കിയത് 14 കോടി ജനങ്ങളെയാണെന്ന് തിരിച്ചറിയുക. ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് 2.5 കോടി ജനങ്ങളെയാണ്. അപ്പോൾ നമ്മളെയെല്ലാം വിമർശിച്ചുകൊണ്ട്, വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇതിനെല്ലാം എതിരായിട്ട് ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിക്കുമ്പോൾ അവരും ചില യാഥാർത്ഥ്യങ്ങളെ മറക്കുകയാണ്. ആകയാൽ നമുക്ക് ക്രൈസ്തവ മൂല്യങ്ങൾ അഭിമാനപൂർവ്വം ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് മാറുന്ന ലോകത്തിൻ്റെ വെല്ലുവിളികളോട് നമുക്ക് പ്രതികരിക്കാനാവുക. അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ മറന്ന് ലോകവുമായിട്ട് ഒത്തുതീർപ്പിന് പോകാൻ ഉള്ള വലിയ സാധ്യതകൾ മുന്നിൽ കാണുകയാണ്. അമേരിക്കൻ സെനറ്റിൻ്റെ ചാപ്ലൈനായിരുന്ന റിച്ചാർഡ് ഹാൽവേഴ്സൺ ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, തുടക്കത്തിൽ സഭയൊരു കൂട്ടായ്മയായിരുന്നു, മിശിഹായിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടായ്മ. പിന്നീട് സഭ ഗ്രീസിലെത്തിയപ്പോൾ അതൊരു തത്വശാസ്ത്രമായിട്ട് മാറി. ഗ്രീക്ക് ഫിലോസഫിയുടെ ആ കാഴ്ചപ്പാടിൽ സഭയൊരു തത്വശാസ്ത്രമായി മാറി. അത് റോമിലേക്ക് എത്തിയപ്പോൾ അതൊരു സ്ഥാപനമായി മാറി. യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അതൊരു സംസ്കാരമായി. അവസാനം അമേരിക്കയിലെത്തിയപ്പോൾ അതൊരു കമ്പനിയായി. ഇനി അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തെത്തിയപ്പോൾ സഭയ്ക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ടായി. എൻ്റെ വിചാരം, സഭ ഇന്ത്യയിലെത്തിയപ്പോൾ അതൊരു കുടുംബമായി എന്ന് പറയാനിടയാകട്ടെ. കുടുംബത്തിലെ എല്ലാ കുറവുകളും നമ്മുടെ സഭയിലുണ്ട്. കുടുംബത്തിലെ സ്നേഹം നമ്മുടെ സഭയിലുണ്ട്. സാഹോദര്യത്തിൻ്റെ ഭാവത്തിൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു വലിയ കാഴ്ചപ്പാട് പുതിയ കാലത്തിൽ സഭ അഭിമാനപൂർവം ഈ സാഹോദര്യത്തിൻ്റെ സാക്ഷിയായിട്ട് മാറണം. ഈ അവസരത്തിൽ ഈ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, മഹോന്നതമായ ഈ കൺവെൻഷൻ ഏറ്റവും അതിൻ്റെ തികവിൽ പൂർണ്ണതയിൽ ഇനിയുള്ള വർഷങ്ങളിൽ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മർത്തോമാ സഭയ്ക്കും യുവജന പ്രസ്ഥാനത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.